ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ ചൊല്ലട്ട് മാസ്. മൈ ഡിയർ സുത്തുക്കുട്ടികളെ, ഇന്നൊരു അടിപൊളി മിസ്റ്ററി ക്രൈം ത്രില്ലർ മൂവിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. 99 റിലീസ് ചെയ്ത ഡബിൾ ജിയോപാഡി. ഇതൊരു അമേരിക്കൻ ക്രൈം ത്രില്ലറാണ്. പ്രതീക്ഷിക്കാത്ത ഒരുപാട് ട്വിസ്റ്റുകളുണ്ട്. വൺ ലൈൻ എന്താണെന്ന് പോലും അറിയാതെ കാണുകയാണെങ്കിൽ വളരെ രസകരമായിരിക്കും. എന്നാൽ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോൾ ഈ കഥയിലേക്ക് കിടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരമ്മയും കുഞ്ഞു മോനും കൂടെ ഇരുന്ന് ചൂണ്ടയിട്ട് മീൻ പിടിക്കുക. അപ്പം ചില യാറ്റ് ബോട്ടുകൾ ആ വഴി പോകുന്ന കണ്ടിട്ട് അമ്മ മോന് കാണിച്ചു കൊടുക്കുക ആ ബോട്ട്. മോൻ വളർന്ന് വലുതാകുമ്പോൾ അമ്മയും മോനും കൂടെ ആ ബോട്ടിൽ കയറി ഒരുപാട് ദൂരത്തേക്ക് സെയിൽ ചെയ്തു പോകും. മോൻ ഇഷ്ടമാണോ? അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ്. അവിടുന്ന് സീൻ കട്ട് ചെയ്താൽ അന്ന് വൈകിട്ട് നമ്മൾ കണ്ട അമ്മയാണ് ഈ കഥയിലെ നായിക. അമ്മയുടെ ഭർത്താവാണിത്. അവർക്കൊരു മോനുണ്ട്. ഭർത്താവ് ഒരു ബിസിനസ്സുകാരനാണ്. ഇപ്പം അവരെ വീട്ടിലൊരു പാർട്ടി നടക്കുന്നു. ആ നാട്ടിലെ പ്രമുഖരെല്ലാം ആ പാർട്ടിയിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ഹസ്ബൻഡിന് പെയിന്റിങ്സ് എന്നാൽ വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. പുള്ളിയുടെ കയ്യിൽ കുറച്ച് കളക്ഷൻസും ഉണ്ട്. എല്ലാവരും ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹസ്ബൻഡ് ഒരു സ്പീച്ച് കൊടുക്കുന്നു. പുള്ളിക്കാരൻ ഇങ്ങനെ സ്പീച്ചാനൊക്കെ ഭയങ്കര കഴിവുള്ള ആളാണ്. തമാശകളും മോട്ടിവേഷനും പറഞ്ഞ് ആൾക്കാരെ കോരിത്തെരിപ്പിക്കും. ഈ പാർട്ടി സംഘടിപ്പിച്ചിരിക്കുന്നത് ആ നാട്ടിലെ ഒരു സ്കൂളിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് കളക്ഷനാണ്. ഭർത്താവിന്റെ പ്രസംഗം കേട്ട് എല്ലാവരും കൈയടിക്കുന്നു, ചിരിക്കുന്നുണ്ട്. ഹീറോയിന്റെ കൂടെ തന്നെ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായ കൂട്ടുകാരി ഉണ്ടാവും. ആ കൂട്ടുകാരി ഈ സ്കൂളിലെ ടീച്ചറാണ്. ഈ പാർട്ടി എല്ലാം കഴിയുന്ന സമയം ഭർത്താവ് ഹീറോയിനോട് പറയും, നിന്റെ ബർത്ത്ഡേക്ക് ഞാനൊരു സമ്മാനം കരുതിയിട്ടുണ്ട്, കണ്ണടച്ചോ, കാണിച്ചു തരാം. അവള് കണ്ണടച്ച് തുറക്കുമ്പോൾ ഒരു യാറ്റ് ബോട്ട് കാണിക്കുന്നു. അത് ഹീറോയുടെ ഒരു കൂട്ടുകാരന്റെ ബോട്ടാ. ഒരാഴ്ചത്തേക്ക് അയാൾ അത് ഹീറോയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഹീറോയിന് സെയിലിംഗ് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് അവളുടെ ബർത്ത്ഡേക്ക് ഒരു ട്രിപ്പ് പോകാം എന്ന് ഹസ്ബൻഡ് പറയും. അവൾക്ക് ഒരുപാട് സന്തോഷമായി. എന്നാൽ മോന്റെ കാര്യം അവരെന്താ ചെയ്യുക? അപ്പൊ കൂട്ടുകാരി പറയും, നീ പേടിക്കണ്ട, നിങ്ങൾ തിരിച്ചു വരുന്നത് വരെ അവനെ ഞാൻ നോക്കിക്കോളാം. അങ്ങനെ ഹീറോയും ഹീറോയിനും കൂടെ ചേർന്ന് ആ സെയിൽ ബോട്ട് എടുത്ത് ഒരു ട്രിപ്പ് പോവുക ഉൾക്കടലിലേക്ക്. വളരെ ഹാപ്പിയായി തമാശകളൊക്കെ പറഞ്ഞ് വൈനൊക്കെ കുടിച്ച് ഇവരിങ്ങനെ സെയിൽ ചെയ്ത് പോവാണ്. ബോട്ട് ഓടിക്കാന്നല്ലാതെ വേറെ പണികളൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഇടയ്ക്കിടെ ഇവർ താഴെ വന്ന് റൂമിനകത്ത് ചില ഹാർഡ് വർക്കുകൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ സ്നേഹിച്ചും തമാശ പറഞ്ഞും കള്ളു കുടിച്ചും ഇവരിങ്ങനെ യാത്രയാകുന്നു. ഇതിനിടയിൽ നമ്മുടെ പെണ്ണ് അറിയാതെ ഉറങ്ങിപ്പോകും. അവള് കണ്ണ് തുറന്ന് എഴുന്നേൽക്കുമ്പോൾ ശരീരം മുഴുവൻ രക്തക്കറ. അതെങ്ങനെ സംഭവിച്ചു എന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. ഭർത്താവിന്റെ പേര് വിളിക്കും, നിക്ക് നിക്ക്, നീ എവിടെയാണ്? അവള് പേടിച്ച് ബോട്ടിന് മുകളിലേക്ക് വരുമ്പോൾ ഈ രക്തക്കറ ബോട്ടിന് സൈഡിൽ വന്ന് തട്ടി ഭർത്താവ് വെള്ളത്തിലേക്ക് വീണതിന്റെ അടയാളമുണ്ട്. അവള് പേടിച്ച് നിലവിളിക്കുക. തൊട്ടടുത്ത് ഒരു കത്തിയും കിടപ്പുണ്ടാവും, രക്തം പുരണ്ട കത്തി. അത് അവളെ കയ്യിലെടുത്ത് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് കോസ്റ്റ് ഗാർഡിന്റെ ബോട്ട് അങ്ങോട്ട് വരുന്നത്. മാഡം, എന്താണ് സംഭവിച്ചത്? കൈകൾ രണ്ടും പൊക്കി പിടിക്കോ, നിങ്ങൾ അവിടെ എന്താണ് കാണിക്കുന്നതെന്ന് ആ പോലീസുകാർ ചോദിക്കും. ഹീറോയിൻ പറയും, എനിക്കറിയില്ല, എന്റെ ഭർത്താവ് എവിടെ പോയി എന്നറിയില്ല, അങ്ങേർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും, രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞ് അവള് കരയുക. പോലീസുകാര് അവളെ കരയിലേക്ക് കൊണ്ടുവരും. അന്ന് രാത്രിയും പിറ്റേന്ന് പകലും കോസ്റ്റ് ഗാർഡ് കടലിൽ തെരച്ചിൽ നടത്തുന്നുണ്ട്. ഭർത്താവിന്റെ ബോഡി കണ്ടുകിട്ടുന്നില്ല. ഒരു കൂട്ടുകാരനായ പോലീസുകാരനുണ്ടാവും. അയാൾ വന്ന് ഹീറോയിനോട് പറയാണ്, നിക്കിന്റെ ബോഡി കണ്ടുകിട്ടിയില്ല. രാത്രി -51 തണുപ്പായിരുന്നു. അങ്ങനെ വെള്ളത്തിൽ വീണെങ്കിൽ തന്നെ നിക്ക് ജീവനോടെ ഉണ്ടാവാൻ സാധ്യതയില്ല. ഇത് കേട്ടുടനെ പെണ്ണ് പൊട്ടിക്കരയാൻ തുടങ്ങും. അവിടുന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്താൽ കുറച്ച് ദിവസങ്ങൾ വീണ്ടും പോയി. ഭർത്താവിന്റെ പിരിവ് അവൾക്ക് താങ്ങാൻ കഴിയുന്നില്ല. എന്നാലും ഒരു കൊച്ചുമോനുണ്ടല്ലോ, അവനെ വളർത്തണം. കുഞ്ഞിന് പാവം ഇതൊന്നും അറിയില്ലല്ലോ. കുഞ്ഞങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവള് കുഞ്ഞിനോടൊപ്പം വീടിന്റെ പരിസരത്തിരിക്കുമ്പോഴാണ് ഒരു പോലീസ് കാർ അങ്ങോട്ട് വരുന്നത്. അതിൽ ഹീറോയിന്റെ കൂട്ടുകാരനായ വക്കീലുണ്ടാവും. വക്കീൽ വന്നിട്ട് പറയും, ഹേ ലിബി, നിക്കിന്റെ ബോഡി കണ്ടുകിട്ടിയിട്ടില്ല. എന്നാലും എവിഡൻസ് എല്ലാം വെച്ച് നോക്കുമ്പോൾ നിക്ക് മരണപ്പെട്ടു എന്ന് ഉറപ്പായി. അതുകൊണ്ട് നിക്കിപ്പോ ഒഫീഷ്യലി ഡെഡാണ്. എന്നാൽ അതിനോടൊപ്പം തന്നെ ഈ മരണം ഒരു ദുരൂഹ മരണമായതുകൊണ്ട് കേസ് നിനക്കെതിരെയാണ് വന്നിട്ടുള്ളത്. ഭർത്താവിനെ കൊലപാതകം ചെയ്ത കൊലക്കുറ്റം നിന്റെ മേൽ ചാർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നിന്നിപ്പോൾ പോലീസുകാരെ അറസ്റ്റ് ചെയ്യും. ഇത് കേട്ട് നമ്മുടെ പെണ്ണ് ഷോക്കാവുക. എന്താ ചെയ്യേണ്ടതെന്ന് അവൾക്കറിയില്ല. അവൾ കരഞ്ഞുകൊണ്ട് പറയും, എന്റെ കുഞ്ഞിന്റെ മുന്നിൽ വെച്ച് ദയവേത് അറസ്റ്റ് ചെയ്യരുത്, ഞാൻ വന്നോളാം. അങ്ങനെ കുഞ്ഞിനെ കൂട്ടുകാരിയെ ഏൽപ്പിച്ച് ഹീറോയിൻ ജയിലിലേക്ക് പോവുകയാണ്. ഇവൾ ജയിലിലെത്തിയതിനു ശേഷം ബെയിലിന് അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്നാൽ ആ ബെയിലും ലഭിക്കുന്നില്ല. കോർട്ട് ബെയിൽ ക്യാൻസൽ ചെയ്യുന്നു. അതിനവർ മുൻവെച്ചിരിക്കുന്നത് ഭർത്താവിന് $2 മില്യൺ ഇൻഷുറൻസ് പോളിസി ഉണ്ടായിരുന്നു. ആ പണത്തിന് വേണ്ടി നീ അദ്ദേഹത്തെ കൊന്നു എന്നാണ് കോടതി പറയുന്നത്. അതാണ് മോട്ടീവായിട്ട് കാണുന്നത്. അതിനെതിരെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും നമുക്ക് വാദിച്ച് നോക്കാം എന്ന് കൂട്ടുകാരൻ വക്കീൽ പറയും. ഇവൾ ആ കൂട്ടുകാരനോട് ചോദിക്കുന്നുണ്ട്, നീ കരുതുന്നുണ്ടോ ഞാൻ നിക്കിനെ കൊന്നിട്ടുണ്ടാവുമെന്ന്? കൂട്ടുകാരൻ പറയും, ഇല്ല, ഒരിക്കലുമില്ല. അത് കഴിഞ്ഞ് കോടതിയിൽ വിചാരണ. പോലീസുകാർ അവർക്ക് കിട്ടിയ തെളിവെല്ലാം കൊടുക്കും. ഹീറോയിനൊരു എതിർഭാഗം വക്കീലുണ്ട്.
ഹീറോയിന്റെ കൈവിരൽ അടയാളമുള്ള കത്തിയും അവരുടെ കയ്യിലുണ്ട്. ഒപ്പം ഈ നിക്ക് മരിക്കുന്നതിന് മുന്നേ കുത്തേറ്റ് കഴിഞ്ഞ് പോലീസിനെ വിളിച്ചിട്ടുണ്ട്. അതിന്റെ കോൾ റെക്കോർഡ് പോലീസുകാരുടെ കയ്യിലുണ്ടാവും. ഹലോ സാർ, എൻ്റെ പേര് നിക്ക് എന്നാണ്. ഞാനിപ്പോൾ ഒരു യാറ്റ് ബോട്ടിലാണ്. എനിക്ക് കുത്തേറ്റു. രക്തം ഒരുപാട് വാർന്നു പോകുന്നുണ്ട്. ദയവ് ചെയ്ത് എന്നെ രക്ഷപ്പെടുത്തൂ ആന്ന് പറഞ്ഞ് നിക്ക് വീഴുന്ന ശബ്ദമാണ് കേൾക്കുന്നത്. ആരാണ് കുത്തിയതെന്ന് പറയുന്നില്ല. എന്നാലും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഭാര്യ തന്നെയായിരിക്കും കുത്തിയതെന്ന് കോടതി ഉറപ്പുവരുത്തുന്നു. ഇവൾ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോഴും അതിനുള്ള തെളിവില്ല. ഓപ്പൺ സീയിൽ ഇവരടുത്തേക്ക് മറ്റ് ബോട്ടുകൾ പോയതായിട്ട് ഒരു തെളിവില്ല. കടൽ കൊള്ളക്കാർ വന്നായിട്ടും തെളിവില്ല. പിന്നെ ആരായിരിക്കും? ഏലിയൻസ് വന്ന് കൊന്നിട്ടുണ്ടാവുമോ? അവർക്കെതിരെ കേസ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എതിർഭാഗം വക്കീൽ ചിരിക്കും. പെണ്ണത്ര കരഞ്ഞു പറഞ്ഞിട്ടും കോടതി വിശ്വസിക്കുന്നില്ല. അവസാനം അവളുടെ മേൽ കൊലപാതക കുറ്റം ചുമത്തി അവളെ ജയിലിലടക്കിയാണ്. എന്നാൽ പെണ്ണിന്റെ ആവശ്യപ്രകാരം കുഞ്ഞിനെ ഇടയ്ക്കിടയ്ക്ക് കാണാം. ഇപ്രാവശ്യം ഹീറോയിൻ മോനെ കണ്ടിട്ട് അവളുടെ കൂട്ടുകാരിയോട് പറയും, ആൻജി, നീ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം. എന്റെ മോനെ നീ ദത്തെടുക്കണം. വേറെ വഴിയില്ല. അവന് ഞാൻ കഴിഞ്ഞാൽ നിന്നെയാണ് ഇഷ്ടക്കൂടുതൽ. അച്ഛനും അമ്മയില്ലാതെ ആരും അറിയാത്ത ആരുടെയെങ്കിലും കൂടെ അവൻ വളരണ്ട. നീ അവനെ ദത്തെടുക്കണം. ഞാൻ തിരിച്ചിറങ്ങിയിട്ട് എന്റെ മോനുമായിട്ട് യുണൈറ്റ് ആയിക്കോളാം. അതുവരെ നീ നോക്കില്ലേ. അവനെ നോക്കാനുള്ള ചെലവിന്റെ കാര്യം പേടിക്കണ്ട. അദ്ദേഹത്തിന്റെ ഇൻഷുറൻസ് പോളിസി 2 മില്യൺ കുഞ്ഞിന്റെ പേരിലായിരിക്കും. എതിർത്ത് പറയരുത്. ദയവേത് നീ എനിക്ക് വേണ്ടി ഇത് ചെയ്യണമെന്ന് പറയുമ്പോൾ കൂട്ടുകാരി സമ്മതിക്കും. തന്റെ ഉറ്റ സുഹൃത്തിന് വേണ്ടി അവളുടെ മോനെ തന്റെ മോനായിട്ട് വളർത്താന്ന് അവൾ പറയും. അത് കഴിഞ്ഞ് നമ്മുടെ പെണ്ണിന്റെ ജീവിതം ജയിലിൽ ഒരുപാട് കുറ്റവാളികളുടെ കൂടെ ഓരോ ദിവസവും ഇങ്ങനെ കടന്ന് പോവുകയാണ്. 1-2 പെണ്ണുങ്ങൾ റാഗിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. അവളത് കാര്യമാക്കില്ല. വീക്ക്ലി വൺസ് തന്റെ മോനുമായിട്ട് അവൾ സംസാരിക്കും. കൂട്ടുകാരി മോനെ കൊണ്ടുവന്ന് കാണിക്കും. പക്ഷെ ഇപ്പോൾ 1 മാസമായിട്ട് കൂട്ടുകാരി മോനെ കൊണ്ടുവരുന്നില്ല. അവരെ വീട്ടിലേക്ക് ഫോൺ വിളിച്ചാൽ എടുക്കാനും ആരുമില്ല. പെണ്ണാകെ കുഴപ്പത്തിലായി, വിഷമത്തിലായി. അവൾ കിടന്ന് കരയുന്നു. ഇവളുടെ കരച്ചിൽ ആ റാഗ് ചെയ്ത മറ്റ് തടവുകാര് 2 പേര് കാണുന്നുണ്ട്. അവർ ഈ പെണ്ണ് പാവാന്ന് മനസ്സിലാക്കിയിട്ട് ഓരോ സിഗരറ്റൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും. വിഷമമുള്ള സമയത്ത് ഒന്ന് വലിച്ചാൽ മതി, റെഡിയാവും. എന്താണ് നിന്റെ കുഴപ്പമെന്ന് ചോദിക്കുകയാണ് അവര്. ഇവള് കാര്യം പറയും. എന്റെ കുഞ്ഞുമായിട്ട് കൂട്ടുകാരി പോയി, എവിടെയാണെന്ന് അറിയില്ല. അപ്പൊ ആ കൂടെയുള്ള തടവുകാരി ഒരു വഴി പറഞ്ഞു കൊടുക്കുന്നു. അവരെ ട്രേസ് ചെയ്യാൻ നീ വിചാരിച്ചാൽ നടക്കും. അവരെങ്ങോട്ടാണ് പോയെന്ന് നിനക്ക് മനസ്സിലാക്കിയെടുക്കാം. ആലോചിച്ച് നോക്ക്. അവള് ജോലി ചെയ്ത സ്ഥലത്ത് വിളിച്ചു നോക്കുന്നു പറയും. ആ തടവുകാരി പറഞ്ഞത് പ്രകാരം ഹീറോയിൻ അവളെ കൂട്ടുകാരി ഏഞ്ചി വർക്ക് ചെയ്തിരുന്ന സ്കൂളിൽ വിളിച്ചിട്ട്, ഹലോ, ഞാൻ ഏഞ്ചിയാണ്. സ്കൂളിൽ നിന്ന് എനിക്കൊരു മെയിൽ വന്നിരുന്നു, ഇതുവരെ കിട്ടിയില്ല. എന്റെ അഡ്രസ്സ് അവിടെ കറക്റ്റ് ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന അഡ്രസ്സ് ഒന്ന് പറയുമെന്ന് ചോദിക്കും. അപ്പൊ അവര് വിളിച്ചത് ഏഞ്ചി തന്നെയാണെന്ന് വിചാരിച്ചിട്ട് അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുന്നു. ഇപ്പൊ ആ സ്കൂളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുന്നു. ആ അഡ്രസ്സും ഫോൺ നമ്പറും വാങ്ങിച്ചിട്ട് ഹീറോയിൻ ആ നമ്പറിലേക്ക് വിളിക്കുന്നുണ്ട്. ഏഞ്ചി കോൾ എടുത്ത ഉടനെ, ഹലോ ഏഞ്ചി, നീ എവിടെയാണ് എന്റെ കുഞ്ഞിനെയും കൊണ്ടുപോയത്? ഉടനെ ഏഞ്ചി പറയും, ഞാൻ എത്രയോ തവണ നിനക്ക് വിളിക്കാൻ ശ്രമിച്ചു, പക്ഷെ കോള് കണക്ട് ആയില്ല. എന്നോട് ക്ഷമിക്ക്. ഏഞ്ചി ഇപ്പൊ സാൻ ഫ്രാൻസിസ്കോയിലാണെന്ന് അഡ്രസ്സിലൂടെ ഹീറോയിന് മനസ്സിലായി. നീ എന്റെ കുഞ്ഞിനെയും കൊണ്ട് സാൻ ഫ്രാൻസിസ്കോയിൽ എന്തിനാ പോയത്? 1 മാസമായി നീ എനിക്ക് കുഞ്ഞിനെ കാണിച്ചിട്ടില്ല. കൂടുതൽ വർത്താനമൊന്നും പറയണ്ട. ഈ വീക്കെൻഡിൽ നീ എന്റെ കുഞ്ഞിനെ എന്റെ അടുത്തേക്ക് കൊണ്ടുവരണം. തമാശ കളിക്കുന്നോ? എന്റെ മോന്റെ കയ്യിൽ ഫോൺ കൊടുക്കടി, അവനവിടെ ഉണ്ടോന്നറിയട്ടെ. ഇത് കേൾക്കുമ്പോൾ ഏഞ്ചി തിരിച്ചൊന്നും പറയാതെ കുഞ്ഞിനെ വിളിച്ച് മോന്റെ കയ്യിൽ ഫോൺ കൊടുക്കുന്നു, അമ്മയാന്ന് പറഞ്ഞിട്ട്. അമ്മ ഉടനെ, മോനെ, അമ്മ നിന്നെ എത്ര മിസ് ചെയ്തെന്നറിയോ? അടുത്ത ആഴ്ച ഏഞ്ചി ആന്റിയുടെ കൂടെ അമ്മയെ കാണാൻ വരണം. അമ്മയ്ക്ക് മോനെ ഒരുപാട് ഇഷ്ടമാണ്. ഐ ലവ് യു എന്ന് പറയുമ്പോൾ മോനും ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഹായ് ഡാഡി വന്നേ എന്ന് നിലവിളിക്കുക. ഇവള് ഞെട്ടിപ്പോ. ഡാഡിയോ? നിക്ക് അവിടെയുണ്ടോ? അപ്പോഴാണ് കാണിക്കുന്നത് ഹീറോയിന്റെ ഭർത്താവ് ശരിക്കും മരിച്ചിട്ടില്ല. അയാൾ ഈ കൂട്ടുകാരിയുടെ കൂടെ ഉണ്ട്. കേറി വന്ന ആള് വിളിച്ചത് ഹീറോയിനാണ്, തന്റെ ഭാര്യയാണെന്ന് മനസ്സിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഫോൺ തല്ലിപ്പൊട്ടിക്കും. ഹീറോയിൻ ആകെ തല കറങ്ങിപ്പോവാ. തനിക്ക് എന്താണ് സംഭവിച്ചത്, ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാകുന്നില്ല. താൻ എന്തിനാ ജയിലിൽ വന്നത്? തന്റെ ഭർത്താവിന് ഇപ്പോഴും ജീവനുണ്ടോ? അപ്പൊ അവര് തന്നെ പറ്റിക്കുകയായിരുന്നോ? എന്തായാലും ഇതിലെന്തോ കുഴപ്പമുണ്ടെന്ന് പെണ്ണിന് മനസ്സിലായി. അവൾ ഈ ഇൻഷുറൻസ് കമ്പനിക്ക് വിളിച്ചിട്ട് ഈ 2 മില്യൺ കൊടുത്തില്ലേ, ആ ഇൻഷുറൻസ് കമ്പനിക്ക് വിളിച്ചിട്ട്, എന്റെ ഭർത്താവ് മരണപ്പെട്ടിട്ടില്ല, ഈ കേസ് നിങ്ങൾ റീഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം, ആ 2 മില്യൺ നിങ്ങൾക്ക് തിരിച്ചു വേണ്ടേ, ഇതിലൊരു സ്കാം ഉണ്ടെന്ന് പറയും. എന്നാൽ ആ കമ്പനി ഇവള് പറയുന്നത് കേൾക്കാൻ തയ്യാറാവുന്നില്ല. തടവുപുള്ളി പറയുകയാണല്ലോ, അതുകൊണ്ട് അവരത് കാര്യമാക്കി എടുക്കില്ല. അപ്പോഴാണ് കൂട്ടുകാരി പറയുക, ഇനിയിപ്പം നിന്റെ ഭർത്താവ് ജീവനോടെ ഉണ്ടെങ്കിൽ തന്നെ, നിന്നെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ, ഒരു തടവുകാരിയായ നീ ഈ കേസ് റീഓപ്പൺ ചെയ്യണമെങ്കിൽ തന്നെ തക്കതായ എവിഡൻസ് വേണം. നിനക്കത് എവിടെ നിന്ന് കിട്ടാനാ? അങ്ങനെ റീഓപ്പൺ ചെയ്താലും 95% ഇങ്ങനെ വിധിച്ച കേസുകൾ ഇൻവെസ്റ്റിഗേഷനിലേക്ക് വരണമെങ്കിൽ വർഷങ്ങളെടുക്കും. അപ്പോഴേക്കും നമ്മുടെ തടവും തീർന്നിട്ടുണ്ടാവും. ഇനി എന്റെ അഡ്വൈസാണ് നിനക്ക് വേണ്ടതെങ്കിൽ നിന്റെ അഡ്വൈസ് വേണ്ട, നീ എന്താ വക്കീലാണോ എന്ന് ഹീറോയിൻ ചോദിക്കും. അപ്പോൾ ആ സ്ത്രീ പറയാണ്, അതെ, ആയിരുന്നു, ഒരു വക്കീല് തന്നെ ആയിരുന്നു ഞാൻ. പക്ഷെ കോടതിക്ക് മുന്നിൽ കുറ്റക്കാരി വക്കീലാണോ ഡോക്ടറാണോ എന്നില്ലല്ലോ. പറ്റിയ കയ്യബദ്ധത്തിൽ ഞാനും ഈ ജയിലിലായി. ഇപ്പൊ ഞാൻ പറയുന്നത് നീ കേൾക്ക്.
അങ്ങനെ നിന്റെ ഭർത്താവ് നിന്നെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിൽ ഡബിൾ ജിയോപാഡി എന്നൊരു സിസ്റ്റം ഉണ്ട്. അതായത് ഒരേ കുറ്റത്തിന് നിന്നെ 2 തവണ ശിക്ഷിക്കാൻ പറ്റില്ല. നിന്റെ ഭർത്താവ് പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ടൈം സ്ക്വയറിന്റെ നടുക്ക വെച്ച് വേണമെങ്കിലും നിനക്ക് അയാളെ തലയിൽ വെടിവെച്ച് കൊല്ലാം, എന്നിട്ട് സുഖമായിട്ട് ഊരിപ്പോകാം. നിന്നെ ആരും ശിക്ഷിക്കാൻ പോകുന്നില്ല. കാരണം അയാളെ കൊന്ന കേസിന് നിന്നെ ഓൾറെഡി ശിക്ഷിച്ചല്ലോ. അതുകൊണ്ട് കോടതിക്ക് ഇനി നിന്നെ ശിക്ഷിക്കാൻ കഴിയില്ല. അതാണ് നിനക്ക് ഇപ്പം ചെയ്യാൻ പറ്റുന്ന ന്യായവിധി. അതുകൊണ്ട് അത് ആലോചിച്ച് നോക്ക്. ഇതും പറഞ്ഞ് കൂട്ടുകാരി പോവും. പിന്നെയും നാളുകൾ കടന്നു പോകുന്നു. ഇപ്പൊ ഹീറോയിൻ ജയിലിൽ വന്നിട്ട് 6 വർഷമായി. തന്റെ കുഞ്ഞിന്റെ ബർത്ത്ഡേ ഒക്കെ അവൾ ആഘോഷിക്കുന്നുണ്ട്. ഒരു കുറ്റവാളിക്ക് 6 വർഷങ്ങൾ കഴിഞ്ഞാൽ പരോള് കൊടുക്കാം. നല്ല നടപ്പാണ്, കുറ്റം മനസ്സിലായി, തെറ്റുപറ്റിയതാണെന്ന് അവർക്ക് ബോധ്യമായാൽ പരോള് കൊടുക്കാം. അങ്ങനെ ഹീറോയിന് പരോള് കൊടുക്കാനുള്ള ഇന്റർവ്യൂവിന് സമയമായി. ആ ഇന്റർവ്യൂവിൽ എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് കൂട്ടുകാരി വക്കീൽ പറഞ്ഞു കൊടുക്കും. ഞാൻ ചെയ്തിട്ടില്ലേ എന്ന് പറഞ്ഞാൽ ഓഫീസർമാർ വിശ്വസിക്കില്ല. ഞാൻ ചെയ്തു, എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഞാനത് മനസ്സിലാക്കി, ആ വേദനയിലാണ് ഇപ്പൊ കഴിയുന്നത്. ഇനിയുള്ള കാലവും ആ വേദനയും പേറി ഒരു ഉറുമ്പിനെ പോലും നോവിക്കാതെ ഞാൻ ജീവിക്കും. ഇപ്പൊ ഞാൻ മാറി. എന്നെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്റെ ജീവിതത്തിൽ ഇനി നല്ല കാര്യങ്ങൾ ചെയ്യാൻ മാത്രമേ എനിക്ക് കഴിയൂ. അത് ഞാൻ മനസ്സിലാക്കി. ഇങ്ങനെയാണ് സംസാരിക്കേണ്ടത്. അങ്ങനെ തന്നെ പെണ്ണ് ചെന്ന് സംസാരിക്കുകയും ചെയ്യും. അവൾക്ക് പരോള് കിട്ടുകയും ചെയ്യും. അങ്ങനെ പരോളുമായി പുറത്തിറങ്ങുന്ന പെണ്ണ് ഒരു അപ്പാർട്ട്മെന്റിൽ വന്ന് താമസിക്കുന്നു. ഈ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന എല്ലാവരും പരോള് കിട്ടിയവരാ. അവരുടെ നാട്ടിൽ അങ്ങനത്തെ സിസ്റ്റം തോന്നുന്നുണ്ട്. ചുമ്മാ വീട്ടിലേക്ക് പറഞ്ഞു വിടില്ല, ജോലി ചെയ്യാം, ജോലി കഴിഞ്ഞാൽ വൈകിട്ട് ഗവൺമെന്റ് കൊടുക്കുന്ന ഈ ക്വാർട്ടേഴ്സിൽ കഴിയണം. അവിടെ ഒരു പരോൾ ഓഫീസറും ഉണ്ടാവും. അയാൾ ദിവസേന ഇവരെ വാച്ച് ചെയ്യുന്നുണ്ടാവും. ഇപ്പൊ ഹീറോയിൻ അയാളുടെ അടുത്തേക്കാണ് പോകുന്നത്. പുള്ളിക്കാരൻ പെണ്ണിന്റെ പെട്ടിയൊക്കെ ചെക്ക് ചെയ്യും. എന്തെങ്കിലും കുഴപ്പമുള്ള വസ്തുക്കളുണ്ടോ നോക്കും. കുഞ്ഞിന്റെ ഫോട്ടോ ഉണ്ട്. ഈ കുഞ്ഞുമായി ബന്ധപ്പെട്ട് നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, കുഞ്ഞിനെ നീ കാണാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാക്കുകയോ ചെയ്യോ എന്ന് ചോദിക്കുമ്പോൾ പെണ്ണ് പറയും, അതെന്റെ മോനാണ്, ഞാൻ ഈ അവസ്ഥയിൽ അവനെ കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയും. എന്നാ ശരി, നിന്റെ മുറിയിലേക്ക് പോയിക്കോ, എന്തേലും ചെറിയ ട്രബിൾ നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ തന്നെ ഞാൻ തിരിച്ച് നിന്നെ ജയിലിലേക്ക് അയക്കും. അതുകൊണ്ട് വളരെ വൃത്തിയുള്ള ജീവിതമായിരിക്കണം നീ മുന്നോട്ട് നയിക്കേണ്ടത്. വൈകിട്ട് 6 മണിക്കുള്ളിൽ റൂമിലേക്ക് തിരിച്ചെത്തണം. ഇതാണ് സ്ട്രിക്റ്റ് റൂള്. പിറ്റേന്ന് നമ്മുടെ പെണ്ണ് ഒരു ലൈബ്രറിയിലേക്ക് ചെന്ന് കമ്പ്യൂട്ടറിൽ എന്തോ സെർച്ച് ചെയ്യുക. അപ്പോൾ ആ ലൈബ്രറിയിലേക്ക് വന്ന ഒരു പഞ്ചാരക്കുട്ടൻ അവൻ വന്ന്, ഞാൻ നിങ്ങളെ സഹായിക്കണോ, എന്താ വേണ്ടതെന്ന് ചോദിക്കും. ഹീറോയിൻ പറയും, എൻ്റെ ഫ്രണ്ട് ഇപ്പോൾ എവിടെയാണെന്നറിയില്ല, അവളുടെ പേര് ഏഞ്ചലിന ഗ്രീൻ എന്നാണ്, ഞാൻ അവളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് നോക്കുകയാണെന്ന് പറയും. അപ്പോൾ ആ പഞ്ചാരക്കുട്ടൻ ചോദിക്കും, അവരെ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ ഉണ്ടോയെന്ന്. ഹീറോയിൻ പറയും, ഇല്ല, എനിക്ക് അവൾ സ്കൂൾ ടീച്ചറാണെന്ന് മാത്രമേ അറിയൂ, മറ്റൊരു ഡീറ്റെയിൽസും ഇല്ല. ശരി, എന്നാൽ അത് മതി, അത് വെച്ച് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് വാഷിങ്ടൺ സ്റ്റേറ്റിലെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലുള്ള ടീച്ചേഴ്സിന്റെ ലിസ്റ്റ് എടുക്കും. അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പഞ്ചാരക്കുട്ടൻ ചോദിക്കുന്നുണ്ട്, ഇവിടെ അടുത്തൊരു ബാറുണ്ട്, നമുക്ക് അവിടെ ചെന്ന് ഒരു ഡ്രിങ്ക്സ് കഴിച്ചാലോ? എന്നെപ്പോലൊരു സുന്ദരന്റെ കൂടെ ഡ്രിങ്ക്സ് കഴിക്കുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ലല്ലോ. അപ്പൊ ഹീറോയും പറയും, എനിക്ക് വിരോധമൊന്നുമില്ല, പക്ഷേ എന്റെ പരോൾ ഓഫീസറോട് എനിക്ക് പെർമിഷൻ ചോദിക്കണം. അപ്പൊ ആ പഞ്ചാരച്ചക്കൻ ചിരിച്ചിട്ട്, താൻ ജയിലിലൊക്കെ ഉണ്ടായിരുന്നോ? എന്തിനാ? പാർക്കിംഗ് ടിക്കറ്റ് കൊടുത്തതിന്? വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതിന് ഹീറോയും പറയും, പാർക്കിംഗ് ടിക്കറ്റ് അല്ല, ഞാൻ എന്റെ കെട്ടിയോനെ കൊന്നു കളഞ്ഞു, കത്തിയെടുത്ത് കഴുത്തറുത്താ കൊന്നത്. അതിനാണ് അവന്മാർ പിടിച്ചെന്നെ ജയിലിലാക്കിയത്. ഒരു പെണ്ണിനെ തന്നെ ഇഷ്ടപ്പെടാത്തവനെ കൊല്ലാനും പാടില്ലേ? എന്തൊരു നാടാണിത്. പക്ഷെ തന്നെ എനിക്കിഷ്ടമായി, തൻ്റെ കൂടെ ഡ്രിങ്ക്സ് കഴിക്കാൻ ഞാൻ തയ്യാറാ. അത് കേൾക്കുമ്പോൾ ആ ചെറുക്കൻ പറയും, ആക്ച്വലി എനിക്ക് മറ്റൊരു അപ്പോയിൻമെൻ്റ് ഉണ്ട്, ഞാനത് മറന്നുപോയി, നമുക്ക് പിന്നെ കാണാട്ടോ എന്നും പറഞ്ഞ് അവനുള്ള ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെടുക. ഇപ്പോൾ കമ്പ്യൂട്ടറിൽ ഏഞ്ചലീന ഗ്രീൻ എന്ന് അടിച്ചു കൊടുത്തതിൽ ഒരുപാട് ഏഞ്ചലീന ഗ്രീൻ വരുന്നുണ്ട്, ഒരുപാട് പേര്. ഇതിൽ കൂട്ടുകാരിനെ എങ്ങനെ കണ്ടുപിടിക്കാനാ? അത് കഴിഞ്ഞ് ഹീറോയിൻ തന്റെ പരോൾ ഹൗസിലേക്ക് തിരിച്ചു വരുമ്പോൾ അവിടെ ഒരു ലേഡി റൂൾസ് തെറ്റിച്ച് വീണ്ടും പ്രോസ്റ്റിറ്റ്യൂഷൻ നടത്തി. അതുകൊണ്ട് വാർഡൻ ആ ലേഡിയെ പിടിച്ച് പോലീസിനെ ഏൽപ്പിക്കുക. ആ ലേഡിയാണെങ്കിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് സംഭവിച്ചു പോയി, ഇനി ആവർത്തിക്കില്ല എന്ന് പറഞ്ഞിട്ട് കരഞ്ഞു കാല് പിടിക്കുന്നുണ്ട്. എന്നാലും വാർഡൻ, ആ പരോൾ ഓഫീസർ, അവരെ പിടിച്ച് പോലീസിനെ ഏൽപ്പിക്കും. അത് കഴിഞ്ഞ് പോകാൻ നേരം ഈ വാർഡൻ ഹീറോയിനെ നോക്കി ചോദിക്കുന്നുണ്ട്, നിനക്കെന്താ എന്നെ കണ്ടിട്ട് ഭ്രാന്തനാണെന്ന് തോന്നുന്നുണ്ടോന്ന്? ഹീറോയിൻ പറയും, ആ പെണ്ണിന് ഒരവസരം കൂടെ കൊടുക്കായിരുന്നു. അപ്പൊ വാർഡൻ, ഈ വീട്ടിൽ ആർക്കും രണ്ടാമതൊരു അവസരം കിട്ടുന്നതല്ല. ഇങ്ങനെ പറഞ്ഞു പോകുന്ന ആളെ നോക്കിയിട്ട് ഹീറോയിൻ കൂടുള്ള ലേഡീസിനോട് ചോദിക്കുകയാണ്, അയാൾക്ക് എന്താ ഭ്രാന്താണോന്ന്. അപ്പൊ ആ കൂടുള്ള ലേഡീസ് പറയും, ഇങ്ങേര് നല്ലൊരു ലോയർ ആയിരുന്നു, പക്ഷെ ആക്സിഡന്റിൽ പെട്ട് തന്റെ ഭാര്യയും മോളും മരണപ്പെട്ടപ്പോൾ ഇങ്ങനെ ലേശം കിറുക്ക് പിടിച്ച പോലെ പ്രവർത്തിക്കാൻ തുടങ്ങി. ആള് വലിയ ചൂടനാ, ഒരുപാട് അടുപ്പൊന്നും വെക്കണ്ടെന്ന് പറയും. അത് കഴിഞ്ഞ് പിറ്റേന്ന് ഹീറോയിൻ ഈ കൂട്ടുകാരി ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ ചെറിയ സ്കൂളിൽ ചെന്ന് അവിടുത്തെ എച്ചമ്മനെ കണ്ട് കൂട്ടുകാരിയുടെ അഡ്രസ്സ് ചോദിക്കും. പക്ഷെ എച്ചമ്മ കൊടുക്കാൻ തയ്യാറാവില്ല. എന്തെങ്കിലും കുഴപ്പമുണ്ടായാലോ എന്ന് വെച്ചിട്ട് പുള്ളിക്കാരി കൊടുക്കാൻ തയ്യാറില്ല. അത് അവരുടെ പ്രോട്ടോകോളിന് എതിരാണെന്ന് പറയും. സോ ഈ എച്ചമ്മ കൊടുക്കാത്തതുകൊണ്ട് രാത്രി കൂട്ടുകാരിയുടെ അഡ്രസ്സ് കട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഹീറോയിൻ ആ സ്കൂളിലേക്ക് ചെല്ലുകയാണ്. രജിസ്റ്റർ നോക്കി എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് മാറിപ്പോകാൻ നേരത്തെ അഡ്രസ്സ് ഹീറോയിൻ കണ്ടുപിടിച്ചു. അതെടുത്ത് വെളിയിൽ ഇറങ്ങുമ്പോഴാണ് റൗണ്ട്സ് വന്ന പോലീസുകാരുടെ കണ്ണിപ്പെടുന്നത്. പോലീസുകാര്
ഹീറോയിനെ ഓടിച്ചിട്ട് പിടിക്കാൻ നോക്കും. അവൾ ജീവനം കൊണ്ട് ഓടുക, ഒരുപാട് ഓടി, എന്നാലും രക്ഷയില്ല. പോലീസുകാരുടെ പിടിപ്പെട്ടു. അവരെ കൊണ്ടുപോയി അവരുടെ സ്റ്റേഷനിൽ പൂട്ടിയിട്ടിട്ട് ഈ പരോൾ ഓഫീസറെ വിളിച്ചു വരുത്തും. പരോൾ ഓഫീസർ വന്നിട്ട്, സുഖല്ലേ മോളെ, നമുക്ക് തിരിച്ച് ജയിലിലേക്ക് പോകാം, നിന്റെ പരോള് ഞാൻ ക്യാൻസൽ ചെയ്യാണ്, ഇനി കുറച്ചു കാലം കൂടെ ജയിലിൽ കിടന്നാൽ നീ മര്യാദ പഠിക്കുമെന്ന് പറഞ്ഞ് അവളെയും വിളിച്ചിട്ട് പോവാണ്. ഒരു തടാകം കടന്നു വേണം ഇയാൾക്ക് ഇവളെ ജയിലിലേക്ക് കൊണ്ടുപോകാൻ. ഹീറോയിന്റെ നാട് തടാകത്തിന് ഇപ്പറാണുള്ളത്. ഫെറി ബോട്ടിൽ കാർ കയറ്റി വെച്ച് നദി കടന്നിട്ടാണ് പിന്നെ കാർ ഓടിച്ചു പോകേണ്ടത്. ഇപ്പൊ ഫെറി ബോട്ടിൽ കയറി ഹീറോയിനെ കാറിന്റെ ഡോറിൽ തന്നെ ലോക്ക് ചെയ്തിട്ട് ഈ പുള്ളിക്കാരൻ, നമ്മുടെ വാർഡൻ ഓഫീസർ, ചായ കുടിക്കാൻ വേണ്ടി ബോട്ടിന്റെ മുകളിലേക്ക് പോകും. ആള് പോണത് ചായ കുടിക്കാനല്ല, ചായയിൽ കുറച്ച് വിസ്കി മിക്സ് ചെയ്ത് കുടിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അങ്ങനെ മിക്സ് ചെയ്ത് സന്തോഷത്തോടെ കുടിക്കുന്ന സമയത്ത് ഇവിടെ കാറിനകത്ത് ഹീറോയിൻ അയാൾ കീ എടുക്കാതെ പോയത് കാണും. കീ കാറിൽ തന്നെ ഉണ്ട്. സോ ഇവള് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് തന്നെ ലോക്ക് ചെയ്തിരിക്കുന്ന ആ ഹാൻഡ് കഫ് സൈഡിലെ പൈപ്പിൽ ഇടിച്ച് പൊട്ടിക്കാൻ നോക്കും വണ്ടി ഓടിച്ചിട്ട്. അങ്ങനെ വണ്ടി മുന്നിലേക്കും പിന്നിലേക്കും എടുക്കാൻ നേരം, ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഒക്കെ ഉണ്ട് ആ കാലത്ത് തന്നെ അവർക്ക്. എന്തായാലും വണ്ടി മുന്നിലേക്കും പിന്നിലേക്കും എടുക്കാൻ നേരം ഫ്രണ്ടിലെ ഒരു കാറിനെ അവൾ ഇടിച്ചിട്ടു. ഭാഗ്യത്തിന് അതാരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല. എന്നാൽ ഇവള് ലോക്ക് വലിച്ച് പൊട്ടിക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ ഓഫീസർ കണ്ടു. അയാൾ ജെറ്റ് വാണം പോലെ താഴത്തേക്ക് ഓടി വരിക. എന്നിട്ട് ഇവളെ പിടിച്ച് വലിച്ച് പുറത്തിറക്കാൻ ശ്രമിക്കും. പക്ഷെ പെണ്ണ് കാറ് ചവിട്ടി വിടുക. ഇയാൾ കാർ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി കാറിനകത്തേക്ക് ചാടി കയറും. രണ്ടുപേരെയും കൊണ്ട് കാറ് വെള്ളത്തിലേക്ക് മറിഞ്ഞു വീഴുന്നു. ഈ വെള്ളത്തിൽ വീണ കാറ് ഇനി എത്രയും പെട്ടെന്ന് മുങ്ങിത്താഴും. മുങ്ങിത്താണാൽ ഹാൻഡ് കഫ് ഇട്ട് ലോക്ക് ചെയ്തിരിക്കുന്ന ഹീറോയിന്റെ ജീവൻ അപകടത്തിലാണ്. അതുകൊണ്ട് ഓഫീസർക്ക് വേറെ വഴിയില്ലാതെ അവളുടെ ഹാൻഡ് കഫ് അഴിച്ചു കൊടുക്കുന്നു. ഈ ഗ്യാപ്പിന് ഓഫീസറുടെ കയ്യിൽ നിന്ന് തോക്ക് ഹീറോയിൻ അടിച്ചു മാറ്റുന്നുണ്ട്. രണ്ടുപേരും വെള്ളത്തിൽ ഊളിയിട്ട് മുകളിലേക്ക് പൊന്തി വന്നു. ഇപ്പൊ പൊങ്ങിക്കിടക്കുന്ന പെണ്ണിനെ അയാൾ പിടിച്ച് കീഴ്പ്പെടുത്താൻ നോക്കുക. രക്ഷപ്പെടാൻ സമ്മതിക്കണില്ല. ഇവൾ ആ കയ്യിലെ തോക്കുകൊണ്ട് ഓഫീസറെ മണ്ടയ്ക്ക് ഒരു അടിയും കൊടുത്ത് മുങ്ങാങ്കുഴിയിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടു പോകും. ഓഫീസറെ ബോട്ടിലെ ആൾക്കാർ കയറക്കിയിട്ട് വലിച്ചു കയറ്റുന്നുണ്ട്. നമ്മുടെ പെണ്ണ് നീന്തി കരയെ കയറി ഓടി രക്ഷപ്പെടുകയാണ്. അതാ സൂക്ഷിച്ചു നോക്കിയാൽ കാണാം ഒരു ചെറിയ സാധനം. കോയ് അങ്ങോട്ട് പോണ്ട, അവിടെ ആനയുണ്ട്, ആന. അവളത് കേട്ടില്ല. അവള് ജീവനും കൊണ്ട് കാട് വഴി എങ്ങോട്ടോ ഓടി രക്ഷപ്പെട്ടു. സീൻ കട്ട് ചെയ്താൽ ഒരു ലോറിക്കാരൻ്റെ അടുത്ത് ലിഫ്റ്റും ചോദിച്ച് ഹീറോയിൻ അവളുടെ ജന്മനാട്ടിലേക്ക് പോവാ, അമ്മയുടെ വീട്ടിലേക്ക്. കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരു പാവ അമ്മ. അപ്പം പണ്ടേ തട്ടിപ്പോയി. ഇപ്പൊ അമ്മയോട് വളരെ അത്യാവശ്യമായി കുറച്ച് പണം വേണമെന്ന് പറഞ്ഞ് ഇവള് ചോദിക്കും. അമ്മ തക്കാളിത്തോട്ടത്തി കുഴികുത്തി ഒരു പെട്ടിക്കകത്തുള്ള കുറച്ചധികം പണം എടുത്തു കൊടുക്കുന്നു. ആരും കൊള്ളയടിക്കാതിരിക്കാൻ വേണ്ടി അവിടെ ഒളിച്ചു വെച്ചാണ് അമ്മ. എൻ്റെ അമ്മ ജീരകടപ്പിക്കകത്താണ് ഒളിച്ചു വെക്കുക. വീട്ടിലാരോ കൊള്ളയടിക്കുന്നതാണ് അമ്മയുടെ വിശ്വാസം. പാവം സ്ത്രീ. ഒളിച്ചു വെച്ച പണം ഒരിക്കലും അവർക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല. ഇത് കഴിഞ്ഞ് ഹീറോയിൻ നേരെ ഒരു BMW ഷോറൂമിലേക്ക് പോകുന്നു. ഒരു കാറ് നോക്കി ഇഷ്ടപ്പെട്ടു, ഇത് വാങ്ങിക്കാം, എന്റെ ക്രെഡിറ്റ് സ്കോർ ഓക്കെ ആണോ നോക്കിയിട്ട് പറയോ, ഞാൻ സെക്യൂരിറ്റി നമ്പർ പറയാന്ന് പറയും. അവർ ശരി ചെക്ക് ചെയ്യാന്ന് പറയുമ്പോൾ ഹീറോയിൻ തന്റെ കൂട്ടുകാരിയുടെ, കുഞ്ഞിനെയും കൊണ്ട് കടന്നു കളഞ്ഞ കൂട്ടുകാരിയുടെ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ കൊടുക്കുന്നു. നമ്മുടെ നാട്ടിലെ ആധാർ നമ്പർ പോലെയൊക്കെ തന്നെ. എന്തായാലും ആ കാർ ഓഫീസുകാര് ഈ സെക്യൂരിറ്റി നമ്പർ വെച്ച് ആ കൂട്ടുകാരിയുടെ ഡീറ്റെയിൽ ചെക്ക് ചെയ്യുന്നുണ്ട്. പ്രൊഫൈൽ എന്റെ തന്നെയാണോ, അതിൽ അഡ്രസ് ഏതാണെന്ന് ഹീറോയിൻ ചോദിക്കുന്നുണ്ട് കൺഫേം ചെയ്യാൻ വേണ്ടി. അവർ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കും. കൊർലാഡോ എന്ന സ്ഥലത്തെ അഡ്രസ്സാണ് അത്. ഈ അഡ്രസ്സ് കേട്ട ഉടനെ ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാം. സംഭവം കൂട്ടുകാരിയുടെ അഡ്രസ്സ് കിട്ടി. ഈ നേരത്ത് നാട്ടുകാരെ രക്ഷപ്പെടുത്തിയ നമ്മുടെ ഓഫീസർ ഹീറോയിൻ ഏഞ്ചലീന ഗ്രീൻ എന്ന തന്റെ കൂട്ടുകാരിയെയാണ് അന്വേഷിക്കണമെന്ന് മനസ്സിലാക്കിയിട്ട് അവളെ കയ്യിൽ ആ കൂട്ടുകാരിയുടെ പഴയ അഡ്രസ്സ് ഉണ്ടായിരുന്നല്ലോ, അത് ഇയാള് കണ്ടിരുന്നു. സോ ആ കൂട്ടുകാരിനെയാണ് അന്വേഷിക്കുന്നത്. അവളുടെ അടുത്താണ് കുഞ്ഞെന്നുള്ള കാര്യം പോലീസുകാരന് അറിയാം. ഇപ്പൊ ആ കൂട്ടുകാരിയുടെ ഡീറ്റെയിൽസ് ഓഫീസർ അയാള് ഡാറ്റ കളക്ട് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് അന്വേഷിച്ച് വാങ്ങിക്കുകയാണ്. ഹീറോയിൻ പഴയൊരു ട്രക്ക് എടുത്തിട്ട് നേരെ തന്റെ കൂട്ടുകാരി ഇപ്പൊ താമസിക്കുന്ന അഡ്രസ്സിലേക്ക് ചെല്ലുന്നു. അവിടെ നോക്കുമ്പോണ്ട് വേറൊരു കുടുംബം. എന്റെ കൂട്ടുകാരിയായിരുന്നു പണ്ട് ഈ അഡ്രസ്സിലുണ്ടായിരുന്നു, അവരിപ്പോ എവിടെയാണെന്ന് അറിയുമോന്ന് ഹീറോയിൻ ആ വീട്ടിലെ ചേച്ചിയോട് ചോദിക്കും. ആ ചേച്ചി പറയും, ഞങ്ങൾ ഇന്നലെ ഇവിടെ വന്നിട്ടേ ഉള്ളൂ, അടുത്തൊരു അമ്മച്ചിയുണ്ട്, അവരൊരുപാട് കാലമായിട്ട് ഇവിടെ താമസിക്കുന്നവരാ, അവരോട് ചോദിച്ചു നോക്കാൻ പറയും. ഹീറോയിൻ ചെന്ന് ആ അമ്മച്ചിയോട് ചോദിക്കുന്നു. ആ അമ്മച്ചി പറയും, വളരെ വിഷമം പിടിച്ച കാര്യമാണ് മോളെ, ആൻജി 3 വർഷം മുന്നേ മരണപ്പെട്ടു. ഗ്യാസ് സ്റ്റവ് പൊട്ടിത്തെറിച്ച അപകടത്തിലാണ് അവള് മരണപ്പെട്ടത്. അപ്പൊ കുഞ്ഞെവിടെയാന്ന് ചോദിക്കുമ്പോൾ കുഞ്ഞും തന്തയും അപ്പൊ തന്നെ ആൻജിയുടെ മരണം കഴിഞ്ഞപ്പോ തന്നെ ഈ നാട് വിട്ടുപോയി, ഇപ്പൊ അവരെവിടെയാണെന്ന് അറിയില്ല. ഇത് കേട്ട ഹീറോയിൻ ഒരു ലൈബ്രറി ചെന്ന് 3 വർഷം മുന്നേ തന്റെ കൂട്ടുകാരി മരണപ്പെട്ട ആ പത്രം ന്യൂസ് എടുത്ത് ചെക്ക് ചെയ്യാണ്. ഈ സമയത്ത് നമ്മുടെ ഓഫീസർ എങ്ങനെയൊക്കെയോ ആൻജിയുടെ പഴയ അഡ്രസ്സ് കണ്ടുപിടിച്ച് വന്നു കഴിഞ്ഞു. അവിടെ അമ്മച്ചിയോട് ആൻജി അന്വേഷിച്ച് ആരെങ്കിലും വന്നോന്ന് ചോദിക്കുമ്പോൾ ഇന്ന പോലെ ഹീറോയിൻ വന്നിരുന്നു എന്ന് അവർ പറയുന്നുണ്ട്. എങ്ങോട്ടാ പോയെന്നറിയില്ല, ഓടിച്ച കാർ ഒരു പഴയ ട്രക്കാണെന്ന് പറയും. ഈ സമയം ഹീറോയിൻ തന്റെ കൂട്ടുകാരിയുടെ പത്ര ന്യൂസിൽ അവൾ മരിക്കുന്നതിന് കുറച്ച് മുന്നേ എടുത്ത ഒരു ഫോട്ടോ കാണും. ആ ഫോട്ടോയില് ഒരു പെയിന്റിങ്സ് ഉണ്ട്.
തന്റെ ഭർത്താവിന് പെയിന്റിങ്സുകൾ ഇഷ്ടമാണല്ലോ. ഒരു ഒറിജിനൽ പെയിന്റിംഗ് ആ ഫോട്ടോയിലുണ്ട്. സോ ഇവളൊരു പെയിന്റ് ഷോപ്പിലേക്ക് പോയിട്ട് ആ ഒറിജിനൽ പെയിന്റിന്റെ പേര് പറഞ്ഞ് അതിപ്പോ എവിടെയാണുള്ളത്, അവരുടെ കയ്യിൽ വേറെ പ്രിന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിലോ എനിക്കതൊന്ന് വാങ്ങിക്കണം, അതിപ്പോ ആരുടെ കയ്യിലുള്ളതെന്ന് ചെക്ക് ചെയ്ത് പറയാൻ പറ്റുമെന്ന് പറയും. അവിടുത്തെ അപ്പൂപ്പനും ആ പെയിന്റിങ്സ് ഇപ്പോൾ എവിടെയാണുള്ളത് എന്നുള്ളത് ചെക്ക് ചെയ്യും. ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആരോ വന്ന് കോളിംഗ് ബെൽ അടിക്കുന്നത്. ആരാണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അപ്പൂപ്പൻ പോകുമ്പോൾ ഹീറോയിൻ ഇരുന്ന് ആ അഡ്രസ്സ് തപ്പിയെടുക്കുകയാണ്. ഈ സമയത്ത് വന്നതാരെന്ന് നോക്കുമ്പോൾ നമ്മുടെ പരോൾ ഓഫീസർ, അയാൾ ഹീറോയിന്റെ ആ പഴയ ട്രക്ക് എങ്ങനെയൊക്കെയോ ട്രാക്ക് ചെയ്ത് കണ്ടുപിടിച്ച് ഈ സ്ഥലത്ത് എത്തിയതാ. പുള്ളിക്കാരൻ ഫോട്ടോ കാണിച്ച് ഈ പെണ്ണ് ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഹീറോയിൻ അഡ്രസ്സ് എടുത്ത് അവിടുന്ന് ചാടിക്കഴിഞ്ഞു. അവര് വന്ന് നോക്കുമ്പോൾ ആളെ കാണുന്നില്ല. ഹീറോയിന്റെ ട്രക്കിനെ ബ്ലോക്ക് ചെയ്തിട്ടാണ് അയാൾ കാർ നിർത്തിയിരിക്കുന്നത്. അവൾ ആ കാർ ഇടിച്ച് തെറിപ്പിച്ച് അവിടുന്ന് വണ്ടി ഓടിച്ച് രക്ഷപ്പെടും. സോ ഇപ്പോൾ ഓഫീസർ ആ ആർട്ട് ഷോപ്പുകാരനോട് ഹീറോയിൻ എന്തിനെ പറ്റിയാണ് അന്വേഷിച്ചതെന്ന് ചോദിക്കുകയാണ്. വിവരങ്ങൾ മനസ്സിലാക്കും. ഹീറോയിൻ ആണെങ്കിൽ അഡ്രസ്സ് കിട്ടിയപ്പോൾ ആ സ്ഥലത്തേക്ക് ഫ്ലൈറ്റ് എടുത്തു വരുന്നു. അത് തൊട്ടടുത്ത ടൗണാണ്. അവിടുത്തെ ഒരു ഹോട്ടലിലാണ് ആ പെയിന്റിങ്സ് ഇപ്പോൾ ഉള്ളത്. ഹീറോയിൻ ആ ഹോട്ടലിലേക്ക് ചെല്ലുന്നു. ആ പെയിന്റിങ്സ് ജൊനാഥൻ ടെവറാക്സ് എന്ന ആളാണ് വാങ്ങിച്ചിരിക്കുന്നത്. എനിക്ക് അയാളെ കാണണമെന്ന് പറയും. അപ്പൊ ആ ഹോട്ടലിലെ ജീവനക്കാരി, ജൊനാഥൻ ഈ ഹോട്ടലിന്റെ ഉടമയാണ്, അദ്ദേഹം ഇപ്പോൾ പുറത്തു പോയിരിക്കുകയാണ്, വൈകുന്നേരം ഒരു പാർട്ടി നടക്കുന്നുണ്ട്, അതിനെ വരുള്ളൂ എന്ന് പറയും. സോ ഹീറോയിൻ അവിടെ നിന്ന് ഇറങ്ങി ഈ പാർട്ടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഒരു വസ്ത്രം തപ്പി നടക്കുക. അപ്പൊ മറ്റൊരു വലിയ ഹോട്ടലും അതിനോടനുബന്ധിച്ച് തന്നെ ഒരു തുണിക്കടയും കാണും. ഹീറോയിൻ ആ ഹോട്ടലിനകത്തേക്ക് കയറുന്നു. ഒരമ്മച്ചി മുറിയെടുക്കുന്നത് കാണുന്നുണ്ട്. അവരുടെ പേരും റൂം നമ്പറും ഹീറോയിൻ മനസ്സിലാക്കും സൈഡായിട്ട് നിന്നിട്ട്. എന്നിട്ട് ഈ കടയിൽ ചെന്ന്, ആ ഹോട്ടലിൽ തന്നെയുള്ള കടയിൽ ചെന്ന് അവിടെ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വസ്ത്രം സെലക്ട് ചെയ്ത് ഈ ഡ്രസ്സ് എന്റെ മുറിയിലേക്ക് ബില്ല് ചെയ്ത് കൊടുത്തോളൂ, റൂം വാടകയ്ക്കൊപ്പം ഞാനിത് പേ ചെയ്യാന്ന് പറയും. റൂം നമ്പർ ചോദിക്കുമ്പോൾ നമ്പരും പേരും പറഞ്ഞു കൊടുക്കും. കടക്കാരെ ചെക്ക് ചെയ്യുമ്പോൾ സെയിം ആണ്. സോ അവർ ആ വസ്ത്രം കൊടുത്തു വിടുന്നു. ഈ നേരത്ത് ഓഫീസർ ഹീറോയിനെ തന്നെ ഫോളോ ചെയ്ത് ഈ ടൗണിലേക്ക് എത്തിക്കഴിഞ്ഞു. ആ ടൗണിലെ പോലീസുകാരോട് എന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു തടവുപുള്ളി രക്ഷപ്പെട്ടു, ആ പെണ്ണ് ആരെങ്കിലും കൊലപാതകം ചെയ്യും, അതിനു മുന്നേ പിടിക്കണം, നിങ്ങൾ എന്നെ സഹായിക്കണം എന്ന് പറയും. അവര് സഹായം കൊടുക്കാൻ തയ്യാറാവും. ഇവിടെ ഹീറോയിൻ ആണെങ്കിൽ വൈകിട്ട് അടിപൊളി വസ്ത്രമൊക്കെ ധരിച്ച് ഈ ഹോട്ടലിൽ നടക്കുന്ന പാർട്ടിയിലേക്ക് കയറി വരുന്നു. തിരക്കിനിടയിൽ വഴി കണ്ടവരോട് സംസാരിച്ച് കയറുന്നതുകൊണ്ട് സെക്യൂരിറ്റികൾ ക്വസ്റ്റ്യൻ ചെയ്യില്ല. അപ്പൊ പാർട്ടിക്കകത്ത് പോകുമ്പോൾ പാർട്ടി ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരാളെ വിളിച്ചു വരുത്തുന്നുണ്ട്. ജോൺ ഡെവറോക്സ്, ചെറുപ്പക്കാരൻ, സുമുഖൻ, അവിവാഹിതൻ, ഈ ഹോട്ടലിന്റെ ഉടമ. നോക്കുമ്പോൾ ആ ജോൺ ഡെവറോക്സ് മറ്റാരുമല്ല, നമ്മുടെ ഹീറോയിന്റെ പഴയ ഭർത്താവാണ്. അയാൾ വന്നിട്ട് എപ്പോഴും പറയുന്ന പോലെ വലിയ സ്പീച്ചൊക്കെ കൊടുത്ത്, ഇന്ന് വിൽപ്പന ചരക്ക് മറ്റാരുമല്ല ഞാൻ തന്നെയാണ്. അവിവാഹിതനായ 30കളിൽ ജീവിക്കുന്ന ഈ സുമുഖനെ എന്ത് വിലയ്ക്കാണ് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്? ഇയാൾ പെയിന്റിങ്സ് ഒക്കെ ലേലത്തിൽ വെക്കാറുണ്ട്. ഇന്ന് പാർട്ടിയിൽ ഒരു തമാശയ്ക്ക് വേണ്ടി തന്നെ ലേലത്തിൽ വെക്കുകയാണ് പുള്ളി. ഇഷ്ടമുള്ള സുന്ദരികൾ വില പറയട്ടെ. ആദ്യം ഒരു പെണ്ണ് $500 പറയും. അത് ഇത്തിരി വിഷമായെന്ന് പുള്ളി പറയുമ്പോൾ അടുത്തൊരു പെണ്ണ് $1000 പറയുന്നു. മറ്റൊരു പെണ്ണ് $5000 പറയുന്നു. ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞു വരുമ്പോൾ ഒരു പെണ്ണ് പുറകിൽ നിന്ന് $10000 പറയും. പിന്നീട് ആരും പറയാൻ മുതിരില്ല. അതാരാണെന്ന് ആർക്കും അറിയുന്നില്ല. എന്തായാലും പുറകിൽ നിന്ന് പറഞ്ഞ ആൾക്ക് ഞാൻ എന്നെ വിറ്റു എന്ന് പറഞ്ഞ് ഇയാൾ ലേലം ഉറപ്പിക്കുന്നു. എന്നിട്ട് ആ പുറകിലെ ലേഡിയെ മുന്നിലേക്ക് വിളിക്കുകയാണ്. ആ ലേഡി കയറി വരുമ്പോൾ ഇയാൾ ഞെട്ടിപ്പോ. മുഖമൊക്കെ വിളറി വെളുത്ത് മ്ലാനിതനായി. ഹലോ നിക്ക്, സുഖമല്ലേ? സ്റ്റേജിൽ കയറി വന്ന ആൾക്ക് ഒരു വെൽക്കം തരുന്നില്ല. എന്താ ഉമ്മ വയ്ക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ അവൻ മെല്ലെ ഉമ്മ വയ്ക്കാൻ ചെല്ലുന്നു. ഇവളാ ഉമ്മ മേടിക്കില്ല. ചിരിച്ചോണ്ട് അവിടുന്ന് ഇറങ്ങിപ്പോവാ. പഴയ കെട്ടിയവൻ പുറകെ ചെല്ലും. നീ എല്ലാം തെറ്റിദ്ധരിച്ചാണ്, നമുക്ക് പ്രൈവറ്റായി ഒരു സ്ഥലത്ത് പോയിരുന്ന് സംസാരിക്കാം, എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കാം. അത് കേൾക്കുമ്പോൾ ഹീറോയിൻ പറയും, നിന്റെ കൂടെ ഒരു പ്രൈവറ്റ് ടോക്കൻ എനിക്ക് താല്പര്യമില്ല. അവസാനത്തെ പ്രൈവറ്റ് ടോക്കിൽ നീ എന്താ ചെയ്തതെന്ന് എനിക്കറിയാം. ഇപ്പം എനിക്ക് എൻ്റെ മകനെയാണ് വേണ്ടത്. എൻ്റെ മകൻ എവിടെ? എനിക്ക് അവൻ ഇപ്പം തന്നെ കാണണം. അപ്പോൾ പഴയ ഭർത്താവ് നിക്ക് പറയും, ഈ സമയത്ത് ഇത് രാത്രി സമയമാണ്, അവൻ സ്കൂളിലായിരിക്കും, ഞാനാണെങ്കിൽ പാർട്ടിയിൽ, എനിക്ക് കുറച്ച് സമയം തരും, ഞാൻ പറയുന്നത് മനസ്സിലാക്കുക. എൻ്റെ ബിസിനസ് എല്ലാം ലോസ് ആയെന്ന് നിനക്കറിയാം, പിടിച്ചു നിൽക്കാൻ വേറെ വഴിയുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ആ ഇൻഷുറൻസ്. ഞാൻ നിന്നെയും നമ്മുടെ മോനെയും പ്രൊട്ടക്ട് ചെയ്യാനേ ശ്രമിച്ചുള്ളൂ. ആ ഇൻഷുറൻസ് കൊണ്ടാണ് ഞാൻ ഈ ബാക്കിയുള്ളതെല്ലാം കെട്ടിപ്പൊക്കിയത്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവർ നിന്നെ കുറ്റക്കാരിയാക്കുമെന്ന്. എൻ്റെ മരണം മാത്രമേ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. നീ അതിൽ പെട്ടുപോയത് എൻ്റെ തെറ്റല്ല, സംഭവിച്ചാണ്. എല്ലാത്തിനും മുകളിൽ നിന്നെ ഇത്രയും കാലം പിരിഞ്ഞു കഴിഞ്ഞതാണ് എനിക്ക് കൂടുതൽ വേദന ഉണ്ടാക്കിയത്. ഇത് കേൾക്കുമ്പോൾ ഭാര്യ പറയും, അതുകൊണ്ടാണോ നീ ആൻജിനെ കൊന്നേന്ന്? അവൾ ഇയാൾ കൊന്നെന്നെയാണെന്ന് ഹീറോയിൻ അറിയാം. അവൻ ചിരിച്ചോണ്ട്, നീ എന്താ ഈ പറയുന്നത്? അതൊരു ആക്സിഡന്റ് ആണ്. അത് ആക്സിഡന്റോ മർഡറോ എനിക്ക് നിന്നെ അറിയാം നിക്ക്. നീ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. നിനക്ക് ഈ ഹോട്ടൽ വെക്കാം, നിന്റെ പേര് വെക്കാം, ആരെങ്കിലും കെട്ടി എങ്ങനെയെങ്കിലും ജീവിച്ചോ, എങ്ങനെ വേണമെങ്കിലും നശിച്ചു പോയിക്കോ. എനിക്കെന്റെ കുഞ്ഞിനെയാണ് വേണ്ടത്. എന്റെ കുഞ്ഞിനെ താ. അവനെവിടെ? ഇന്ന് രാത്രിയല്ല, ഞാൻ നാളെ നിനക്ക് കുഞ്ഞിനെ തരാം. അവന്റെ സ്കൂൾ ഇവിടെ നിന്ന് ദൂരെയാണ്. മോനെ ഞാൻ നാളെ കൊണ്ടുവന്ന് നിന്നെ കാണിക്കാം. എനിക്ക് കുറച്ച് സമയം താ. അപ്പൊ ഹീറോയിൻ പറയും, നാളെ കാലത്ത് തന്നെ ഞാൻ നിന്നെ വിളിക്കും. നീ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയാൽ നീ ആരാണ് എന്താണെന്ന് ഞാൻ എല്ലാവർക്കും വെളിപ്പെടുത്തും. പറഞ്ഞു മനസ്സിലായോ? ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ ഇറങ്ങിപ്പോവാ. ഹീറോയിൻ പോയി കഴിയുമ്പോൾ നമ്മുടെ ഓഫീസർ നിക്കിനെ കാണാൻ വരുന്നുണ്ട്. ഹീറോയിന്റെ ഫോട്ടോ കാണിച്ച്, സാർ ഈ ലേഡിയെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? അവർ നിങ്ങൾ അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നിരുന്നു, എന്തെങ്കിലും പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കും. നിക്ക് പറയും, ഇല്ല, അവരാരാണെന്ന് പോലും എനിക്ക് അറിയില്ല, ഞാൻ കണ്ടിട്ടേ ഇല്ലാന്ന്. ഈ സമയത്ത് അവിടുന്ന് ഇറങ്ങിപ്പോകുന്ന ഹീറോയിനെ
ചില പോലീസുകാർ കാണുന്നുണ്ട്. പരോൾ ഓഫീസർ ഓൾറെഡി പോലീസുകാർക്ക് വാണ്ടഡ് ലിസ്റ്റിൽ ഹീറോയിന്റെ ഫോട്ടോ കൊടുത്തിരുന്നു. അതുകൊണ്ട് ടൗണിൽ വെച്ച് ഹീറോയിനെ കണ്ട കാര്യം പോലീസുകാർ മെയിൻ ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കുന്നു. അവിടെ നിന്ന് നമ്മുടെ പരോൾ ഓഫീസർ ഈ വിവരം അറിഞ്ഞിട്ട് പിറ്റേന്ന് വീണ്ടും നിക്കിനെ കാണാൻ വരും. ഇന്നലെ നിങ്ങൾ ഹോട്ടലിന് പരിസരത്ത് വെച്ചിട്ട് തന്നെ ഈ പെണ്ണിനെ കണ്ടിട്ടുണ്ട്. ആ പെണ്ണ് നിങ്ങളെ കാണാൻ വന്നില്ല എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ പെണ്ണും നിങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് പരോൾ ഓഫീസർ നിക്കിനോട് ചോദിക്കുക. നിക്ക് വീണ്ടും പറയും അത് ആരാണെന്ന് പോലും എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടേ ഇല്ല എന്ന്. അപ്പൊ ഓഫീസർ ശ്രദ്ധിക്കുന്നുണ്ട് ഹീറോയിൻ അന്വേഷിച്ചു വന്ന ആ ഫോട്ടോഗ്രാഫ്സ് ഇയാളെ മുറിയിലിരിപ്പുണ്ട്. അപ്പൊ എന്തോ പന്തികേടുണ്ടെന്ന് ഓഫീസർക്ക് മനസ്സിലായി. അത് കഴിയുമ്പോൾ ഹീറോയിൻ നിക്കിനെ വിളിച്ച് എന്റെ കുഞ്ഞെവിടെയാണ്, അവനെയും വിളിച്ച് വൈകിട്ട് ഞാൻ പറയുന്ന സെമിത്തേരിയിലേക്ക് കൊണ്ടുവരണം എന്ന് പറയും. പഴയ കെട്ടിയോ നിക്കും സമ്മതിക്കുന്നുണ്ട്. അന്ന് വൈകിട്ട് സെമിത്തേരിയിൽ വെച്ച് രണ്ടുപേരും കണ്ടുമുട്ടുന്നു. മോൻ എവിടെയാന്ന് ചോദിക്കുമ്പോൾ അവൻ പേടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ അകത്ത് കളിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അകത്തേക്ക് ചെല്ലാം, അവൻ അവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞ് ഇവളെ സെമിത്തേരിക്ക് അകത്തേക്ക് വിളിച്ചിട്ട് പോകുന്നു. കുറച്ച് അകലെ മോൻ നിൽക്കുന്നു കാണിച്ചു കൊടുക്കും. ഹീറോയിൻ കരഞ്ഞുകൊണ്ട് മോന്റെ അടുത്തേക്ക് ഓടിപ്പോവാ മോനേന്ന് വിളിച്ച്. പക്ഷെ അടുത്ത് പോകും തോറും ഇവൻ കല്ലറകളുടെ ഇടയിലേക്ക് ഓടിപ്പോവാണ്. വിളിച്ചിട്ട് നിൽക്കുന്നില്ല. ഈ ചെറുക്കൻ അന്വേഷിച്ച് ആരുമില്ലാത്ത സ്ഥലത്ത് പോകുമ്പോൾ കെട്ടിയോൻ ഇടയിൽ കയറി ചാടി ഇവളെ തലയിടിച്ച് ബോധം കെടുത്തിയിട്ട് ഒരു കല്ലറയുടെ ഉള്ളിലേക്ക് വലിച്ചെടുത്തോട്ട് പോയി അടച്ചു വെക്കും. ഈ സമയത്ത് നമ്മുടെ പരോൾ ഓഫീസർ അയാൾക്ക് നിക്കിൽ സംശയം തോന്നിയിട്ട് അയാളുടെ ഇപ്പത്തെ പേര് ജൊനാഥൻ, ആ പേരിലെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാണ്. 3 വർഷം മുന്നേ ഉള്ള ഒരു ഹിസ്റ്ററിയും പുള്ളിക്കില്ല. 3 വർഷത്തിൽ ഉടലെടുത്ത പേരും വിവരങ്ങളുമാണത്. അപ്പൊ തന്നെ പുള്ളിക്കാരന് സംശയം തോന്നുന്നുണ്ട്. ഈ നേരം ഹീറോയിന്റെ പഴയ കെട്ടിയോൻ അയാൾ മകനാന്ന് പറഞ്ഞ് ഒരു ചെറുക്കനെ കാണിച്ചു കൊടുത്തില്ലേ, അതേതോ വഴി കണ്ട ചെറുക്കനാ. പണം കൊടുത്തിട്ട് അവൻ അഭിനയിപ്പിക്കുകയായിരുന്നു. ഹീറോയിന്റെ കുഞ്ഞല്ലാതെ. ഹീറോയിൻ അയാൾ എന്താ ചെയ്തതെന്നറിയില്ല. പുള്ളിക്കാരൻ അവിടുന്ന് കൂളായിട്ട് നടന്നു പോകുന്നുണ്ട്. ഈ സമയത്ത് പരോൾ ഓഫീസർ നിക്കിന്റെ പഴയ പേര് നിക്കോളാസ് പാസൺ, ആ പേരിലുള്ള ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഡീറ്റെയിൽസും ഫോട്ടോയും അയക്കാൻ പറയും മെയിൻ ഓഫീസിൽ വിളിച്ചിട്ട്. ആ ഫോട്ടോയിൽ കണ്ട ആളെ മനസ്സിലാവുമല്ലോ. അതിനുവേണ്ടി ഈ നേരം ഹീറോയിൻ കണ്ണു തുറക്കുമ്പോൾ അവളൊരു ശവപ്പെട്ടിയിലിട്ട് അടച്ചു വെച്ചിരിക്കുകയാണ് കെട്ടിയോൻ. ഭാഗ്യത്തിന് ഒറ്റയ്ക്കല്ല, കൂടെ ഒരു മമ്മിയുണ്ട്. മമ്മി പല്ല് വേണം, മാമു വേണം മമ്മി. മമ്മി കേൾക്കുന്നില്ല, കണ്ണു തുറക്കുന്നില്ല. ഇനി എങ്ങനെയെങ്കിലും ആ ശവപ്പെട്ടിന്ന് പുറത്തു കിടക്കണം. ഭാഗ്യത്തിന് കയ്യിലൊരു ലൈറ്റർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് താൻ എവിടെയാ കിടക്കണേന്ന് ഹീറോയിന് മനസ്സിലായി. അതേപോലെ പോലീസുകാരൻ്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്ത തോക്ക് അത് അവൾ ഒളിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അരയിൽ തന്നെ. അത് ഭർത്താവിന് അറിയില്ലായിരുന്നു. ഇപ്പൊ അവൾ ആ തോക്കെടുത്ത് ഈ ശവപ്പെട്ടിയുടെ ലോക്കിനിട്ട് വെടിപൊട്ടിച്ച് ആ പെട്ടിയും തുറന്ന് പുറത്തേക്ക് വരികയാണ്. കയ്യിൽ തോക്കുമായിട്ട് നേരെ കെട്ടിയോന്റെ ആ പുതിയ ഹോട്ടലിലേക്ക് അവനെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടിയിട്ട്. ഇനി ഒന്നും നോക്കാനില്ല, അവനെങ്ങ് കൊന്നുകളയുക. ഇവളെ കൊല്ലാൻ നോക്കിയതല്ലേ. അങ്ങനെ പെണ്ണ് ദേഷ്യപ്പെട്ട് വരുന്ന വഴി ഹോട്ടലിന് തൊട്ടടുത്തെത്തുമ്പോൾ നമ്മുടെ ഓഫീസർ ഹീറോയിനെ പിടിച്ചിട്ട് ലിബി എല്ലാം അവസാനിച്ചു, ഇനി നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നീ പിടിയിലായി എന്ന് പറയും. ഹീറോയിൻ പൊട്ടിക്കരയാണ്. അവളെല്ലാം പറയും, നടന്നതെല്ലാം പറഞ്ഞു കൊടുക്കും. അവിടുന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്താൽ അടുത്ത സീനിൽ ജോലികളെല്ലാം കഴിഞ്ഞ് തിരിച്ച് തന്റെ മുറിയിലേക്ക് വരുന്ന നിക്ക് എന്ന നിക്കോളാസ് പാസനെ കാത്തിരിക്കുകയാണ് നമ്മുടെ പരോൾ ഓഫീസർ. എനിക്ക് നിങ്ങളുമായി കുറച്ച് സംസാരിക്കാനുണ്ട്. നിക്ക് അയാളെ മുറിയിലേക്ക് ക്ഷണിക്കും. ഓഫീസർ പറയും, ഞാൻ നിങ്ങളെ തെറ്റിദ്ധരിച്ചു സാർ, നിങ്ങൾ ജോൺ ഡെവറാക്സ് അല്ല നിക്കോളാസ് പാസൺ ആണെന്ന് വിചാരിച്ചിട്ട് ഞാൻ നിങ്ങളുടെ പഴയ പേരിലുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ചോദിച്ചു. അപ്പൊ അവരയച്ചത് ഇതാണ്. ഇങ്ങേരൊരു ID കാണിച്ചു കൊടുക്കും. അതിൽ വേറെ ഏതൊരു വയസ്സായ മനുഷ്യൻ. ഞാൻ തെറ്റിദ്ധരിച്ചു പോയി സാർ എന്ന് പറയുമ്പോൾ നിക്ക് ചിരിച്ചിട്ട് കുഴപ്പമില്ല, ഞാൻ നിങ്ങളെ ക്ഷണിച്ചിരിക്കുന്നു, തെറ്റാർക്കും പറ്റും, പോകാൻ നേരം ഒരു കാപ്പി കുടിച്ചിട്ട് പോയിക്കോളൂ എന്ന് പറയും. അപ്പൊ ഓഫീസർ ഇല്ല തീർന്നില്ല സാർ, നിക്കോളാസ് പാസൺ എന്ന് അടിച്ചു കൊടുത്തപ്പം ഈ ഐഡിയ ആണ് വന്നത്. നിങ്ങൾ ആള് വിരുദ്ധനാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് പാഴ്സൺ നിക്കോളാസ് എന്ന് കൂടെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കി. അപ്പ കിട്ടിയത് ഇതാണെന്ന് പറഞ്ഞ് നിക്കിന്റെ പഴയ ഒറിജിനൽ ലൈസൻസ് ID ഇയാൾ കാണിച്ചു കൊടുക്കും. നിക്ക് ചിരിച്ചോണ്ട് എന്നാ പിന്നെ ഇനി പറയാനൊന്നുമില്ല, എന്റെ ID മനസ്സിലാക്കിയ നിങ്ങൾ പോലീസിൽ പോകാതെ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഡീല് സംസാരിക്കാനാണ്, എത്രയാണ് നിങ്ങൾക്ക് വേണ്ടത്? ഓഫീസർ പറയും $1 million ഉടനെ തന്നെ വേണം. അപ്പൊ നിക്ക് ഇപ്പം എൻ്റെ കയ്യിൽ $1 million ഇല്ല, $100,000 ഉണ്ട്, ഞാനിത് ഇപ്പം തന്നെ തരാം, നാളെ കാലത്ത് ബാക്കി നിങ്ങളെ ഏൽപ്പിക്കും, ഡീൽ ഓക്കെ ആണോ? അപ്പൊ ഓഫീസർ പറയും പണത്തിന്റെ ഡീലൊക്കെ ഓക്കെ, പക്ഷേ നിങ്ങളുടെ പഴയൊരു ഭാര്യ ഉണ്ടല്ലോ, അവളെ വലിയ തലവേദനയാ, അവൾക്കെല്ലാം അറിയാം, അവളെ എങ്ങനെയാണ് ഞാൻ മാനേജ് ചെയ്യേണ്ടത്? അത് കേൾക്കുമ്പോൾ നിക്ക് പറയും, അവളെ ഇനി താൻ മാനേജ് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ അവളെ മാനേജ് ചെയ്ത് പെട്ടിയിലിട്ട് പൂട്ടി സമാധിയാക്കി, ഇനി അവളെക്കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല. ഇതയാൾ പറഞ്ഞു തീരുമ്പോൾ ഡോറും തുറന്ന് ഹീറോയിൻ വരാനകത്തേക്ക് കയ്യിൽ തോക്കുമായിട്ട്. നിക്ക് പേടിച്ചു പറിക്കും, എന്നെ കൊല്ലല്ലേ, എന്നെ ഷൂട്ട് ചെയ്താൽ പിന്നെ നിനക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല, നീ ഒരു കൊലപാതകയാവാൻ പോവാണോ? അപ്പൊ ഹീറോയിൻ പറയും, നീ ഡബിൾ ജിയോപാഡി എന്ന് കേട്ടിട്ടില്ല അല്ലേ? ഒരേ തെറ്റിന് 2 തവണ എന്നെ ശിക്ഷിക്കാൻ പറ്റില്ല. ഓൾറെഡി നിന്നെ കൊന്നതിന് എന്നെ ശിക്ഷിച്ചല്ലേ, ഇനിയിപ്പം നിന്നെ എവിടെ വെച്ച് വേണമെങ്കിലും എനിക്ക് കൊല്ലാൻ പറ്റും. ഓഫീസർ പറയും, അവൾ പറയുന്നത് ശരിയാണ്, ഞാനും ലോ പഠിച്ചിട്ടുണ്ട്, വേണമെങ്കിൽ അവൾക്ക് നിന്നെ കൊല്ലാം. അപ്പൊ ഹീറോയിൻ തോക്ക് ചൂണ്ടി എന്റെ മോൻ എവിടെയെന്ന് ചോദിക്കുകയാണ്. നിക്ക് മോൻ എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കും. ഏത് സ്കൂളിലാണ് പഠിക്കണേന്ന് കറക്റ്റായിട്ടുള്ള വിവരം പറഞ്ഞു കൊടുക്കും.
എന്നിട്ട് ഇപ്പൊ നിനക്ക് നിന്റെ മകനെ തിരിച്ചു കിട്ടിയില്ലേ, ഇനി എന്നെ വിട്ടേക്കെന്ന് പറയാണ്. ഇവളൊരു വെടി പൊട്ടിക്കുന്നുണ്ട്. അവന്റെ ദേഹത്തല്ല, പേടിച്ചു പറയും. ഇവള് ചിരിച്ചിട്ട്, ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരുന്നത്. നിന്നെ ഒറ്റയടിക്ക് കൊല്ലാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഓരോ ദിവസം അനുഭവിച്ചത് നീ മനസ്സിലാക്കണം. കൊലപാതക കുറ്റത്തിന് നീ ജയിലിൽ പോവുക. ആരെയാണെന്നല്ലേ? എന്നെ കൊന്ന കൊലപാതക കുറ്റത്തിന്. അതിനുള്ള എവിഡൻസ് ഞങ്ങളുടെ കയ്യിലുണ്ട്. നിക്ക് പറഞ്ഞതെല്ലാം ഓഫീസർ വോയിസ് റെക്കോർഡറിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹീറോയിനെ സമാധിയാക്കി എന്ന് പറഞ്ഞ കാര്യം. ബാക്കി എവിഡൻസിന് കുറച്ച് രക്തവും മുടിയൊക്കെ വെച്ചാൽ മതി. നീ എന്തായാലും അകത്തായി. നീ മറിഞ്ഞ് താമസിക്കുന്നത് പോലെ നിന്റെ ഭാര്യയും ഇനി മറിഞ്ഞ് താമസിച്ചോട്ടെ. അത് വലിയ കുഴപ്പമില്ലല്ലോ. ഞാൻ അവളെ സഹായിക്കും. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ കൈകാര്യം ചെയ്തോളാം. എന്റെ മോള് വീട്ടിലേക്ക് പോയിക്കോ. ഇവനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഓഫീസർ ഹീറോയിനെ പറഞ്ഞു വിടാൻ നേരം നിക്ക് പെട്ടെന്ന് ഒളിച്ചു വെച്ചിരുന്ന തോക്കെടുത്ത് ഓഫീസർ ഷൂട്ട് ചെയ്യും. ഓഫീസർ വീണുടനെ ഹീറോയിനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി അടുത്തേക്ക് വരാം. ഭാഗ്യത്തിന് കയ്യിൽ വെടിയേറ്റ ഓഫീസർ നിക്കിനെ ചാടി തള്ളിയിട്ട് ഹീറോയിനെ രക്ഷപ്പെടുത്തും. എന്നാലും അവൻ എഴുന്നേറ്റ് ഷൂട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. വേറെ വഴിയില്ലാതെ ഹീറോയിൻ നിക്കിന്റെ നെഞ്ചെ തന്നെ വെടി പൊട്ടിച്ച് 4-5 വെടി പൊട്ടിച്ച് നിക്കിനെ കൊന്നുകളയാണ്. അത് കഴിയുമ്പോൾ പോലീസ് പടയെല്ലാം വരുന്നുണ്ട്. ഹീറോയിനെയും ഓഫീസറെയും അവർ രക്ഷപ്പെടുത്തി കൊണ്ടുപോകും. ഓൾറെഡി ശിക്ഷ വിധിച്ചുകൊണ്ട് തന്നെ ഹീറോയിനെ ഇനി ശിക്ഷിക്കാൻ പറ്റില്ല. മാത്രമല്ല നിക്കൊരു വലിയ കുറ്റവാളിയാണെന്നുള്ളതും കോടതിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഹീറോയിനെ വെറുതെ വിടാണ്. ഇപ്പൊ ഹീറോയിൻ ഓഫീസറുമായി തന്റെ മോനെ കാണാൻ അവൻ പഠിക്കുന്ന സ്കൂളിലേക്ക് പോകുന്നു. അമ്മ ദൂരേന്ന് വരുന്ന കാണുമ്പോൾ തന്നെ അതിശയത്തോടെ മോൻ അടുത്തേക്ക് ഓടി വരും. അമ്മ ചോദിക്കുകയാണ്, മോൻ എന്നെ അറിയോന്ന്. ഇപ്പൊ മോൻ കരഞ്ഞുകൊണ്ട് പറയും, അവര് നിങ്ങൾ മരിച്ചുപോയി എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. എനിക്ക് ആരും ഇല്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. ഇല്ല മോനെ, മോന്റെ അമ്മയുണ്ടെന്ന് പറഞ്ഞ് അമ്മ മോനെ കെട്ടിപ്പിടിക്കും. രണ്ടുപേരും കരഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ച് ബാബു ബാബു എന്ന് പാടുമ്പോൾ അവിടെ വെച്ച് ഡബിൾ ജിയോപാഡി എന്ന സിനിമ അവസാനിക്കുന്നു. സോ ഗൈസ്, എങ്ങനെയുണ്ട് ഈ സിനിമ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. പിന്നെ നമ്മുടെ ഇൻസ്റ്റ ഐഡിയും കൂടെ കൊടുക്കുന്നുണ്ട്, അതിലൊന്ന് ഫോളോ ചെയ്യാം. എന്നാ പിന്നെ അടുത്തൊരു അടിപൊളി സിനിമയായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഒരു കഥ.